5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമസ്കാരം. ഇന്ന് രാവിലെ ഞാൻ വളരെ യാദൃശ്യമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. വളരെ നീണ്ടൊരു പോസ്റ്റാണ്. അത് മിക്കവാറും എല്ലാവരും ഒന്ന് കാണേണ്ടതാണ്. ഒരു ജോൺ തോമസ് ആണ് ഇട്ടിരിക്കുന്നത്. അത്തരം വളരെ മനോഹരമായ അദ്ദേഹം അതിനകത്ത് ഒരു വിഷയത്തെ വിശകലനം ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. എന്തിനാണ് ഇങ്ങനെ നമ്മൾ ഈ സമൂഹം എന്നുള്ള നിലയിൽ ശരിക്കും പറഞ്ഞാൽ കാപട്യം നിറഞ്ഞവരാണ്. നമ്മളുടെ കപടതയെ വളരെ കൃത്യമായി അദ്ദേഹം തുറന്നു കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം ആരെയും കുറ്റപ്പെടുത്തിയതല്ല, അതേ ഒരു യാഥാർത്ഥ്യം സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ അതേപടി അദ്ദേഹം വിശകലനം ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട്. വിഷയം വേറൊന്നുമല്ല. അപ്പോൾ ജോൺ തോമസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിട്ടിരിക്കുന്നത്. കുറച്ച് നീണ്ട പോസ്റ്റാണ്. കറുപ്പിനെ കുറിച്ച് ഇതാണ് ആ പോസ്റ്റ്. കറുപ്പിനെ കുറിച്ച് നമ്മൾ അവസരം വരുമ്പോഴൊക്കെ വലിയ ഡയലോഗ് അടിക്കും. പക്ഷേ വേടൻ ഉൾപ്പെടെയുള്ള ആരെ എടുത്താലും, ഇപ്പം IM വിജയൻ എടുത്താലും, നമ്മുടെ ഫുട്ബോൾ താരം IM വിജയൻ ആരെ എടുത്താലും അവരെല്ലാം കല്യാണം കഴിച്ചിരിക്കുന്നത് വെളുത്തവരെയാണ്. അപ്പം അതിന് പറയും ഞങ്ങൾ സ്നേഹിച്ചു, പ്രണയിച്ചു, ഇങ്ങോട്ട് പ്രണയിച്ചു, അങ്ങോട്ട് പ്രണയിച്ചു എന്നൊക്കെ ഒരുപാട് ന്യായങ്ങൾ പറയും. അങ്ങനെ തുടങ്ങി കല്യാണം കഴിച്ചവരെ വകയിൽ തുടങ്ങിയിട്ട് അങ്ങനെ പോയി കുറച്ചുകൂടെ കഴിയുമ്പോൾ പുള്ളി പിന്നെ ബാക്കി പറയുന്നതാണ് രസം. ഓരോ നാട്ടിലും ഓരോ രീതിയാണ്. പട്ടി ഇറച്ചി തിന്നുന്ന നാടുണ്ട്. നമ്മളൊക്കെ മലയാളികൾ ബീഫ് കഴിക്കുന്നവരാണ്. പക്ഷേ നോർത്ത് ഇന്ത്യക്കാർ ബീഫ് കഴിക്കില്ല, പശുവിനെ കഴിക്കത്തില്ല. അപ്പോൾ അവർക്ക് അതിനോട് എതിർപ്പ് വരും. പിന്നെ അതുപോലെ നാഗാലാൻഡിൽ പോയി പട്ടി കഴിക്കുന്നവരുണ്ട്. വിദേശത്ത് പോയാൽ പലരും ഇങ്ങനെ പല കാര്യങ്ങൾ. പിന്നെ അദ്ദേഹം പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളിലേക്ക് ഇത് അടിച്ചേൽപ്പിക്കുന്ന, നമ്മൾ അറിയാതെ അടിച്ചു വരുന്ന തലമുറകളായി നമ്മുടെ മനസ്സിൽ കയറി വന്നിട്ടുള്ളൊരു സാധനമാണ് കറുപ്പ്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നത് കറുപ്പ് എങ്ങനെയാണ് മോശമായത്. അതിനൊരുപാട് കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. വർഷങ്ങൾ നമ്മുടെ പൂർവ്വരൊക്കെ കറുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മണ്ണിൽ ഇടപെടുന്നവർ, പിന്നെ അതുപോലെ തന്നെ ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് കിടക്കുന്ന സൂര്യപ്രകാശം 8 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ സൂര്യപ്രകാശം ഉള്ള അക്ഷാംശത്തിൽ കിടക്കുന്നൊരു പ്രദേശം. അപ്പോൾ നല്ലൊരു ശതമാനം സൂര്യപ്രകാശമുണ്ട് ഇവിടെ. അത് ശരീരത്തിൽ നന്നായി അടിക്കും. അപ്പോൾ അങ്ങനെയുള്ള കറുപ്പ് അല്ലെങ്കിൽ ഇളം നിറം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഭൂമിശാസ്ത്ര പ്രദേശത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ കൃഷിയൊക്കെ കൂടെ ചെയ്യുന്നവരായതുകൊണ്ട്, കാട്ടിൽ ജീവിച്ചവരൊക്കെ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർ കറുപ്പിലോട്ട് പോകാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെ കറുപ്പിലോട്ട് പോകാൻ സാധ്യതയുള്ള ആളുകളുള്ളപ്പോഴാണ് വെളുത്തവരെ കാണാൻ തുടങ്ങിയത്. അത് സായിപ്പന്മാരാവട്ടെ, വിദേശികളാവട്ടെ, പല രൂപത്തിലാകട്ടെ, അല്ലെങ്കിൽ ഇവിടെ കുടിയേറിയവരാവട്ടെ, വെളുത്തവരെ കാണാൻ തുടങ്ങിയത്. വെളുത്തവരെ കാണാൻ തുടങ്ങിയപ്പോൾ ഇതാ നമ്മളെല്ലാം കറുത്തിരിക്കുന്നു, ഇതാ ഒരുത്തൻ വെളുത്തിരിക്കുന്നു. അങ്ങനെ വെളുപ്പിനോട് വല്ലാത്തൊരു ഡിമാൻഡ് വന്നു. പിന്നെ അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, വിശകലനം നല്ല രസമാണ്. ജന്മി കുടിയാൻ വ്യവസ്ഥ വന്നപ്പോൾ ജന്മിമാരൊക്കെ കരയിലിരിക്കുകയോ കുട കൊണ്ടിരിക്കുകയോ വീട്ടിലിരിക്കുകയോ ഒക്കെ ചെയ്തു. ബാക്കി പാടത്ത് പണിയെടുക്കുന്നവർ പാടത്ത് തന്നെ പണിയെടുത്തു. പിന്നെന്താ നമ്മൾ ചെയ്യാൻ തുടങ്ങിയത്? വെളുത്ത ആരെങ്കിലും കണ്ട ഉടനെ നമ്മൾ പറയും, നീ കൊള്ളാലടോ, വെളുത്തിരിക്കുന്നു, നല്ല കുടുംബത്തിൽ പറഞ്ഞ ആരെങ്കിലും ആയിരിക്കുന്നു, ഏത് കുടുംബമാണ് നിൻ്റെത്? ഇനിയുണ്ട്. കറുത്തവരുടെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ കറുത്തിരിക്കുകയാണെങ്കിൽ, ഒരു വെളുത്ത കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ ആളുകൾ ഒരു സംശയം പറയും, ഇവൻ്റെ അച്ഛൻ ഇവൻ തന്നെയാണോ, ഇന്ന ആൾ തന്നെയാണോ ഇവൻ്റെ അച്ഛൻ? ബാക്കി എല്ലാ പിള്ളേരും കറുത്തിരിക്കുന്നു, ഇവൻ വെളുത്തിരിക്കുന്നു, ഇവൻ്റെ അച്ഛൻ ഇയാൾ തന്നെ. അത് ഇനി നാട്ടിൽ വേറെ, കാരണം ആ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടല്ലോ, അപ്പോൾ സംബന്ധം കൂടുതലൊക്കെ ഉണ്ട്. അപ്പോൾ തുടങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. വളരെ രസകരമാണിത്. അപ്പോൾ പിന്നെ പാടത്ത് പണിയെടുത്തവർ പാടത്ത് തന്നെ പണിയെടുക്കുന്നു. പണി ചെയ്യിച്ച ജന്മിമാരും മറ്റുള്ളവരും സർക്കാർ ഓഫീസുകളിലും ACകളിലേക്കൊക്കെ മാറുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. അതുപോലെ നമ്മളായി നമുക്ക് കല്യാണം കഴിക്കുമ്പോൾ തന്നെ പെണ്ണിനും ചെക്കനും നമ്മൾ ചോദിക്കും, ചെറുക്കനും പെണ്ണൊക്കെ എങ്ങനെയുണ്ട്? പെണ്ണിന് കുറച്ച് നിറം കുറവാണ്, അല്ലെങ്കിൽ ചെക്കന് കുറച്ച് നിറം കുറവാണ്. പിന്നെ നമ്മൾ പറയാം അവൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്കോ നല്ല നിറമാണ്, കൊച്ചിന് നല്ല നിറം കിട്ടിയിട്ടില്ല. അങ്ങനെ നിറത്തെ നമ്മൾ വെളുപ്പുമായി താരതമ്യം ചെയ്തിട്ട് വെളുപ്പിലേക്ക് പറയും. വെളുക്കാൻ നല്ല ക്രീമുണ്ട്, കറുക്കാൻ എവിടെയെങ്കിലും ക്രീമുണ്ടോ? ലോകത്തൊരിടത്തുമില്ല. അപ്പോൾ അത് നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞാൽ കറുത്തവരെക്കാൾ വെളുത്തവരോട് നമുക്കൊരു ആഭിമുഖ്യമുണ്ട്. പ്രത്യേകിച്ച് സായിപ്പന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു കൗതുകം പോലെ ആളുകൾ, ഗ്രാമത്തിലൊക്കെ പണ്ട് സായിപ്പന്മാർ വന്ന് അവരെ പുറകെ പിള്ളേരെല്ലാം ഓടും, തൊട്ട് നോക്കുന്നവരുണ്ട്. വെളുപ്പിനോട് നമുക്കൊരു അദമ്യമായ ഒരു ആഗ്രഹമുണ്ട്. പിന്നെ പ്രണയമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഇനി ഒരു കാര്യം കൂടെ ആലോചിക്കുക. ഞാൻ വേടൻ ഉൾപ്പെടെയുള്ളതെന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ ഒരുപാട് സാംസ്കാരികമായ മാറ്റമൊക്കെ ഉണ്ടാക്കണമെന്നും ജാതി മാറ്റണമെന്നൊക്കെ പറഞ്ഞ് വരുന്ന ആളായതുകൊണ്ടാണ് പറയുന്നത്. അവരുൾപ്പെടെയുള്ള കോളനികളിൽ താമസിക്കുന്നവരാവട്ടെ, അല്ലെങ്കിൽ ആദിവാസി വിഭാഗത്തിൽ താമസിക്കുന്നവരാകട്ടെ, ചെറിയ ജോലിയൊക്കെ കിട്ടുന്നത് മുതൽ എന്തെങ്കിലും സമൂഹത്തിൽ
പിന്നെ സെലിബ്രിറ്റി ആവുകയോ ജോലി കിട്ടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പോയി കല്യാണം കഴിക്കുന്നതും വെളുത്തവരെ തന്നെയാണ്. എന്തുകൊണ്ട് അവർ പോയി തിരിച്ച് ചെയ്യുന്നില്ല? ആദിവാസികളെ ഇത്രയൊക്കെ വന്നതല്ലേ നമ്മുടെ വിഭാഗത്തിൽ തന്നെ നമ്മളെക്കാൾ കുറച്ചുകൂടി കുറഞ്ഞ ആളുകൾ അതിനകത്തും ഉണ്ടല്ലോ. പട്ടികജാതി പട്ടികവർഗ വിഭാഗം എടുത്താൽ പോലും അതിനകത്തും കൂടിയ കുറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. അതിനകത്തും നല്ല നിറവ്യത്യാസമുള്ളവരുണ്ട്, നല്ല കറുത്തവരുണ്ട്, ഒക്കെ ഉണ്ട്. അവരെ പോയി കല്യാണം കഴിച്ച് കളയാം. അപ്പോൾ ഈ പ്രശ്നമൊക്കെ അങ്ങ് പരിഹരിക്കുമല്ലോ. ആരും അങ്ങനെ ചെയ്യുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ ചെയ്യുന്നുണ്ടോ? വലിയ ഭയങ്കരമായ വർത്തമാനം പറയും. കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ആദിവാസികളെയൊക്കെ ഒന്ന് പോയി വിവാഹം കഴിക്കുക, പട്ടികജാതി പട്ടികവർഗ കോളനിയിൽ പോയി വിവാഹം കഴിക്കുക, ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങ് തീരും. പക്ഷെ അതൊന്നുമല്ല. അപ്പം നമ്മളുടെ കാര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ട് തിരിച്ച് ചിന്തിക്കും. ഇപ്പോൾ വീട്ടുകാരൊക്കെ ഇടപെട്ട് നടത്തുന്ന കല്യാണം വരുന്ന കേസുകളുണ്ട്, പ്രണയം നടത്തുന്ന എല്ലാ രൂപത്തിൽ കല്യാണമൊക്കെ നടത്തുന്നവരുണ്ട്. എന്തായാലും കറുപ്പിനെ നമ്മൾ വല്ലാതെ അങ്ങോട്ട് ഗ്ലോറിഫൈ ചെയ്ത് കറുപ്പിന് ഏഴഴകാണെന്നൊക്കെ പറഞ്ഞ് കറുപ്പ് എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശാരദാ മുരളീധരൻ അടക്കമുള്ള ആളുകൾ കറുപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടും വെളുത്ത വേണുവിനെയാണ് പ്രേമിച്ചത്. ഇത് നമ്മൾ സകല സ്ഥലത്തും കാണുന്നൊരു പ്രതിഭാസമാണ്. അതുകൊണ്ട് വല്ലാതെ നമ്മൾ കറുപ്പിനെ ഗ്ലോറിഫൈ ചെയ്യേണ്ട. അതിനുള്ള കറുപ്പ് മോശമായത് കൊണ്ടല്ല, അതിനുള്ള അവകാശം നമുക്കില്ല. നമുക്ക് വെളുപ്പിനോട് വല്ലാത്ത അദമ്യമായ ഒരു താല്പര്യമുണ്ട്. കറുപ്പിന് കറുപ്പായി തന്നെ കാണുവാനാണ് തൽക്കാലം നമുക്കിഷ്ടം. ഭാവി തലമുറ ചിലപ്പോൾ ന്യൂ ജനറേഷൻ ഇതിൽ നിന്നൊക്കെ മാറി വരുന്നുണ്ട്. അവർ ഒരു പക്ഷേ ഇതിനെയൊക്കെ മാറ്റിയെടുക്കുമായിരിക്കും. തൽക്കാലം എന്തായാലും കറുപ്പ് പറയാൻ ഏഴഴകും പ്രവൃത്തിയിൽ അത്ര അഴകുള്ളതുമല്ല.